ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവിധ ഖാദി ബോർഡ് LGS പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. 30 ചോദ്യങ്ങളാണുള്ളത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, VN വാസവൻ. VN വാസവനാണ് കേരളത്തിലെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. VN വാസവനാണ് കേരളത്തിലെ നിലവിലെ തുറമുഖ വകുപ്പ് മന്ത്രി. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇമാനുവൽ മാക്രോ. ഇമാനുവൽ മാക്രോ, ഫ്രഞ്ച് പ്രസിഡൻ്റായ ഇമാനുവൽ മാക്രോയാണ് ഈ വർഷത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി. ഇന്ത്യയുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ഇമാനുവൽ മാക്രോയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറും പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1932. 1932 ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറും പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറും പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1932. അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇർവിൻ പ്രഭു. ഒന്നാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ഇർവിൻ പ്രഭു ആയിരുന്നു. ഇർവിൻ പ്രഭു ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനത്ത് ഇന്ത്യയിലെ വൈസ്രോയ്. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. AK ഗോപാലനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അടുത്ത ചോദ്യം നോക്കാം. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛനാണ്. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി. അടുത്ത ചോദ്യം നോക്കാം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 500 സെക്കൻഡ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ 500 സെക്കൻഡാണ് വേണ്ടത്. അപ്പോൾ 500 സെക്കൻഡ് കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എഡ്വിൻ ഹബിൾ. എഡ്വിൻ ഹബിളാണ് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയത്. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയത് എഡ്വിൻ ഹബിളാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3 എന്നിവയാണ് തെറ്റ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കാം. സാധുജന പരിപാലന സംഘം 1907 നിലവിൽ വന്നു. 1907 സാധുജന പരിപാലന സംഘം നിലവിൽ വന്നത്. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പുംതറ കാളിച്ചോതി കറുപ്പൻ. അപ്പോൾ സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പുംതറ കാളിജ്യോതി കറുപ്പൻ. സാധുജന പരിപാലന സംഘം 1907 നിലവിൽ വന്നത്. സാധുജന പരിപാലനയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പുംതറ കാളിജ്യോതി കറുപ്പൻ. അടുത്ത ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം? ഉത്തരം ഓപ്ഷൻ എ ആണ്, കുറിച്യർ കലാപം.
അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ കലാപം ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ്. അടുത്ത ചോദ്യം നോക്കാം. ആവർത്തന പട്ടികയിലെ 14-ാം ഗ്രൂപ്പിലെ ആദ്യ അലോഹ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കാർബൺ. ആവർത്തന പട്ടികയിലെ 14-ാം ഗ്രൂപ്പിലെ ആദ്യ അലോഹ മൂലകം കാർബണാണ്. കാർബണാണ് ആവർത്തന പട്ടികയിലെ 14-ാം ഗ്രൂപ്പിലെ ആദ്യ അലോഹ മൂലകം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. TR കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു. പാലക്കാട്ടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു TR കൃഷ്ണസ്വാമി അയ്യർ. മുഹമ്മദ് അബ്ദുറഹിമാൻ, കെ മാധവൻ നായർ, പി കൃഷ്ണപിള്ള, RV ശർമ്മ എന്നിവർ കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ, കെ മാധവൻ നായർ, പി കൃഷ്ണപിള്ള, RV ശർമ്മ എന്നിവർ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം അംശി നാരായണപിള്ള എഴുതിയ വരിക വരിക സാഹചര്യ എന്നതായിരുന്നു. അംശി നാരായണപിള്ള എഴുതിയ വരിക വരിക സാഹചര്യ എന്നതായിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം. അപ്പോൾ പാലക്കാട്ടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു TR കൃഷ്ണസ്വാമി അയ്യർ. മുഹമ്മദ് അബ്ദുറഹിമാൻ, കെ മാധവൻ നായർ, പി കൃഷ്ണപിള്ള, RV ശർമ്മ എന്നിവരായിരുന്നു കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനം അംശി നാരായണപിള്ള എഴുതിയ വരിക വരിക സാഹചര്യ എന്നതായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US-ൽ അരങ്ങേറിയ നാടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വതന്ത്ര ഭാരതം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US-ൽ അരങ്ങേറിയ നാടകമാണ് സ്വതന്ത്ര ഭാരതം. സ്വതന്ത്ര ഭാരതം എന്ന നാടകമാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് US-ൽ അരങ്ങേറിയ നാടകം. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളം. അപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ എത്രാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് R വൈശാലി? ഉത്തരം ഓപ്ഷൻ ബി ആണ് 84. ഇന്ത്യയുടെ 84ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ് R വൈശാലി. വൈശാലി ഇന്ത്യയുടെ 84ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ISRO എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. അപ്പോൾ 2024 ജനുവരി 1-നാണ് ISRO എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. ISRO എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതുവഴി തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും പഠനവിധേയമാക്കുകയാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം. എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യമെന്നത് എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതുവഴി തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും പഠനവിധേയമാക്കുകയാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം. ഡോക്ടർ M ജയകുമാറാണ് മിഷൻ ഡയറക്ടർ. എക്സ്പോസാറ്റിൻ്റെ മിഷൻ ഡയറക്ടർ ഡോക്ടർ M ജയകുമാർ ആണ്. എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. PSLV C-58 ആണ് എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം. ISRO എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. എക്സ്റേ തരംഗങ്ങളെ ബഹിരാകാശത്ത് നിന്ന് നിരീക്ഷിക്കുകയും അതുവഴി തമോഗർത്തങ്ങളെയും ന്യൂട്രോൺ നക്ഷത്രങ്ങളെയും പഠനവിധേയമാക്കുകയുമാണ് എക്സ്പോസാറ്റിൻ്റെ ലക്ഷ്യം. ഡോക്ടർ M ജയകുമാറാണ് മിഷൻ ഡയറക്ടർ. എക്സ്പോസാറ്റിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കരേവ. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. അപ്പോൾ കരേവ എന്നത് ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, പോർട്ടോ നോവ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് പോർട്ടോ നോവ. പോർട്ടോ നോവ എന്നത് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ്. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് പോർട്ടോ നോവ. അടുത്ത ചോദ്യം നോക്കാം. ഹാർഡ് ഡിസ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, റെയ്നോൾഡ് ബി ജോൺസൺ. റെയ്നോൾഡ് ബി ജോൺസൺ ആണ് ഹാർഡ് ഡിസ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹാർഡ് ഡിസ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരൻ റെയ്നോൾഡ് ബി ജോൺസൺ ആണ്. അപ്പോൾ റെയ്നോൾഡ് ബി ജോൺസൺ ആണ് ഹാർഡ് ഡിസ്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരൻ. അടുത്ത ചോദ്യം നോക്കാം. ലോജിക്കൽ മെമ്മറിയെ ഒരേ വലിപ്പത്തിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നതിനെ വിളിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പേജുകൾ. ലോജിക്കൽ മെമ്മറിയെ ഒരേ വലിപ്പത്തിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നതിനെ പേജുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പേജുകൾ എന്നാൽ ലോജിക്കൽ മെമ്മറിയെ ഒരേ വലിപ്പത്തിലുള്ള ബ്ലോക്കുകളായി വിഭജിക്കുന്നതിനെയാണ് പേജുകൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. സുബ്രഹ്മണ്യൻ തുള്ളൽ എന്നു പേരുള്ള അനുഷ്ഠാനകല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാവടിയാട്ടം. കാവടിയാട്ടമാണ് സുബ്രഹ്മണ്യൻ തുള്ളൽ എന്നു പേരുള്ള അനുഷ്ഠാനകല. സുബ്രഹ്മണ്യൻ തുള്ളൽ എന്നു പേരുള്ള അനുഷ്ഠാനകല കാവടിയാട്ടമാണ്. അപ്പോൾ കാവടിയാട്ടമാണ് സുബ്രഹ്മണ്യൻ തുള്ളൽ എന്ന് പറയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്ന ശില്പം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, എം വി ദേവൻ. എം വി ദേവനാണ് കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്ന ശില്പം നിർമ്മിച്ചത്. കൊല്ലം നെഹ്റു പാർക്കിലെ അമ്മയും കുഞ്ഞും എന്ന ശില്പം നിർമ്മിച്ചത് എം വി ദേവനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2021 കോവളം കവികൾ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പ്രഭാവർമ്മ. 2021 കോവളം കവികൾ സാഹിത്യ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയാണ് 2021 കോവളം കവികൾ സാഹിത്യ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം നോക്കാം. കോവളം കവികൾ ആരെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനും. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോവളം കവികൾ എന്നത് അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ്. അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ് കോവളം കവികൾ. അടുത്ത ചോദ്യം നോക്കാം. വ്യാസഭാരതത്തെ ആശ്രയിച്ച് മലയാളത്തിൽ ഉണ്ടായ ആദ്യ കൃതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭാരതമാല. ഭാരതമാലയാണ് വ്യാസഭാരതത്തെ ആശ്രയിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതി. വ്യാസഭാരതത്തെ ആശ്രയിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ കൃതിയാണ് ഭാരതമാല. അടുത്ത ചോദ്യം നോക്കാം. മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിരണം കവികൾ. നിരണം കവികളാണ് മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നിരണം കവികളെയാണ്. അപ്പോൾ മലയാള സാഹിത്യത്തിന് അടിത്തറ പാകിയ കവികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നിരണം കവികളെയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം മുതൽ ഇംഗ്ലീഷാണ്. പീപ്പിൾ ഡാഷ് ഇംഗ്ലീഷ് ഇൻ ജമൈക്ക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്പീക്ക്. പീപ്പിൾ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ജമൈക്ക എന്നാണ്. ജൂലി ഡാഷ് നൗ? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജൂലി ഈസ് സ്ലീപ്പിംഗ് നൗ എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ജോൺ ലീവ്സ് ആൻഡ് വർക്ക്സ് ഇൻ മുംബൈ ബട്ട് ഹി ഡാഷ് എ ഹോളിഡേ ഇൻ കേരള അറ്റ് ദ മൊമെൻറ്റ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഈസ് ഹാവിങ്. ജോൺ ലീവ്സ് ആൻഡ് വർക്ക്സ് ഇൻ മുംബൈ ബട്ട് ഹി ഈസ് ഹാവിങ് എ ഹോളിഡേ ഇൻ കേരള അറ്റ് ദ മൊമെൻറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ആക്ച്വലി ദാറ്റ് ഡാഷ് വണ്ടർഫുൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആക്ച്വലി ദാറ്റ് വാസ് സൗണ്ടിങ് വണ്ടർഫുൾ. ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ തീരുകയാണ്. മോക്ക് ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 27 ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.